നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അന്ന് ടീച്ചർ പറഞ്ഞിരുന്നു 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസുകളാണ് നമുക്കുള്ളത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു. C++ ലൈബ്രറിയിൽ ഓൾറെഡി റിട്ടേൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് റെഡി ടു യൂസ് ആക്കി വച്ചിരിക്കുന്ന ഫങ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം എല്ലാ ഫങ്ഷൻസിനും ചില ഡാറ്റ ആവശ്യമായി വരുന്നുണ്ട്. ആ ഡാറ്റേനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഫങ്ഷൻസിനും ചില ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടും. ആ ഔട്ട്പുട്ടുകളെ റിട്ടേൺ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എല്ലാ ഫങ്ഷൻസിനും ഔട്ട്പുട്ടുകളും റിട്ടേൺ വാല്യൂസും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ചിലത് ചെക്കിംഗ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസുകളുണ്ട്. അതിൽ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് ഈ വർഷം 3 ഡിഫറെൻറ്റ് ടൈപ്പ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അതിലാദ്യത്തെയാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. എന്താണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഇൻപുട്ട് ചെയ്യാനോ ഔട്ട്പുട്ട് ചെയ്യാനോ ഡിഫറെൻറ്റ് ഫങ്ഷൻസുകളുണ്ട്. അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് 2 ഫങ്ഷൻസുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഗെറ്റ് കാർ ആൻഡ് പുട്ട് കാർ ഫങ്ഷൻ. രണ്ടും വരുന്നത് CSTDIO ഹെഡർ ഫയൽ എന്നതിലാണ് നമുക്ക് ഈ 2 ഫങ്ഷൻസുകളും ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്താണ് കൺസോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കീബോർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഗെറ്റ് കാർ ഫങ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ മെമ്മറിയിലുള്ള ഡാറ്റ നമുക്ക് മോണിറ്റർ വഴി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന മറ്റു ഫങ്ഷനാണ് പുട്ട് കാർ എന്ന് പറയുന്ന ഫങ്ഷൻ. ഇതിലെ ഗെറ്റ് കാർ ഫങ്ഷനാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത്. ഗെറ്റ് കാർ ഫങ്ഷൻ, ഇറ്റ് റിട്ടേൺസ് ദി ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദി കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീബോർഡിൽ നിന്ന് ഞാൻ ഒരു സിംഗിൾ ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറിയിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഇറ്റ് റിട്ടേൺസ് ദി ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദി കീബോർഡ്. കീബോർഡിൽ നിന്ന് ഞാൻ എൻ്റർ ചെയ്ത ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാരക്ടർ ഏതെങ്കിലും ഒരു വേരിയബിളിൽ എനിക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഗെറ്റ് കാർ ഫങ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ്. ഗെറ്റ് കാർ ഫങ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ C++ പ്രോഗ്രാമിലെ CSTDIO എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയല് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഏതാണ് ക്യാരക്ടർ വേരിയബിൾ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്? CH എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. അപ്പോൾ char CH ഈക്വൽ ടു, ഇനി നമുക്ക് ആ ഫങ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഏതാണ് ഫങ്ഷൻ? ഗെറ്റ് കാർ എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുക. സോ വാട്ട് എവർ സിംഗിൾ ക്യാരക്ടർ വി ആർ ഇൻപുട്ടിങ് ത്രൂ ദി കീബോർഡ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദി വേരിയബിൾ CH എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡാറ്റ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. എവിടെ? മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഏതെന്ന് പറയുന്നത്? പുട്ട് കാർ ഫങ്ഷൻ എന്ന് പറയുന്നത്. പുട്ട് കാർ ഫങ്ഷൻ്റെ ഉപയോഗമാണ് ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് ദി ക്യാരക്ടർ ഗിവൺ ആസ് ആർഗ്യുമെൻറ്റ് ഓൺ monitor whatever data, that means here it is a character, single character മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എനിക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യാം? മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇനി ഇതിലത്തെ ദി ആർഗ്യുമെൻറ്റ് ക്യാൻ ബി, ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം?
ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ക്യാർ CH ഈക്വൽ ടു ബി. അതായത് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ഏത് വേരിയബിളാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? CH എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആ ബി മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? പുട്ട്കാർ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. പുട്ട്കാർ ബ്രാക്കറ്റിൽ ഏത് വേരിയബിളത്തെ വാല്യൂ ആണോ എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേര് ഞാൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ബി വിൽ ബി ഡിസ്പ്ലേഡ്. ഇനി എനിക്ക് കോൺസ്റ്റൻസ് ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. സിംഗിൾ ക്യാരക്ടേഴ്സ് പുട്ട്കാർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ സി ഇടുകയാണെങ്കിൽ സി വിൽ ബി ഡിസ്പ്ലേഡ്. ഇനി ഒരു ഇൻറ്റിജർ നമ്പറാണ് എഴുതുന്നതെങ്കിൽ അതാണ് തേർഡ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. പുട്ട്കാർ 97 എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 97ൻ്റെ കറസ്പോണ്ടിങ് ആസ്കി നമ്പറാണ് എ. ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. സോ ഹിയർ ഇവിടെ നമ്മൾ രണ്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. കൺസോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഒരു ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും വേണ്ടി ഞാൻ രണ്ട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസാണ് പഠിച്ചത്. ഒന്ന് ഗെറ്റ്കാറും രണ്ടാമത്തത് ഏതായിരുന്നു? പുട്ട്കാർ ഫങ്ഷൻ. ഈ രണ്ട് ഫങ്ഷനും ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് എന്ത് മാത്രം മതിയായിരുന്നു? എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് CSTDO എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ എൻ്റെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇനി അടുത്തത് അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ. അതായത് നിങ്ങളിത് കാണാപ്പാടൊന്നും പഠിക്കണമെന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ടീച്ചർ ഇത് എഴുതിയിരിക്കുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു സെർച്ച് ഫോർ എ ക്യാരക്ടർ ഇൻ എ സ്ട്രിങ്. എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ഒരു പ്രോഗ്രാം എഴുതാം, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്തിട്ട് അതിലൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആ ക്യാരക്ടർ എത്ര പ്രാവശ്യം എൻ്റെ പ്രോഗ്രാമിലുണ്ട് എന്നുള്ളതിൻ്റെ നമ്പറും ഏതായിരുന്നു ആ ക്യാരക്ടർ എന്നും എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടി പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ പേരാണ് ഞാൻ എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കാം. ആ പേരിൽ പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫ്ലോറി എന്ന് പറയുന്ന ആ പേരിൽ ആർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ടോ എന്നും അതോ അത് അതിലുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്യാരക്ടറാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡിമെയിൻ തൊട്ടിട്ടാണ് ഇവിടെ ടീച്ചർ എഴുതിയിട്ടുള്ളത്. ഇൻഡിമെയിൻ എഴുതി ആദ്യം ഒരു സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. മാക്സിമം സൈസ് 20 കൊടുത്തു. ഒരു CH വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഐയും ഒരു നം വേരിയബിളും ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഈക്വൽ ടു 0 കൊടുത്തു. ഇനി ആദ്യമേ തന്നെ നമ്മളോട് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. പുട്സ് ഫംഗ്ഷൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പുട്സ് ഫംഗ്ഷൻ കൊടുത്തു. എൻ്റർ എ സ്ട്രിങ്, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാനൊരു സ്ട്രിങ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറയാണ് സി ഔട്ട് എൻ്റർ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ, അത് അതിലുണ്ടോ എന്ന്, ആ സ്ട്രിങ്ങിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഏത് ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു സിംഗിൾ ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ്കാർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. അത് ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർ എന്ന് പറയുന്ന ക്യാരക്ടർ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് CH എന്ന് പറയുന്ന വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ CH ഈക്വൽ ടു ഗെറ്റ്കാർ. അപ്പോൾ ഇനി നമ്മുടെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേര് ഏതിലാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? STR എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചു? ഗെറ്റ്കാർ ഫംഗ്ഷൻ. സിംഗിൾ ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് CH എന്ന് പറയുന്ന വേരിയബിളിൽ. ഇനി ഞാനൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഈ സ്ട്രിങ്ങിൽ ഈ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് സ്ട്രിങ്ങിൻ്റെ തുടക്കം I ഈക്വൽ ടു 0, ഫസ്റ്റ് ലെറ്റർ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഐക്ക് 0 കൊടുത്തിരിക്കുന്നത്. എവിടെ വരെയാണ് സ്ട്രിങ്ങിൻ്റെ അത് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്? /0 വരെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ I ഈക്വൽ ടു 0, STR ഓഫ് I നോട്ട് ഈക്വൽ ടു /0 I++ ചെയ്തു.
ഇനി ഇഫ് എസ് ടി ആർ ഓഫ് ഐ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടർ എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലോറി ആണെങ്കിൽ എഫ് എടുത്തു. എഫ് ഈക്വൽ ടു ആർ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇഫ് എഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ആറിനോട് ഈക്വൽ ആണോ? ഈക്വൽ അല്ലെങ്കിൽ വീണ്ടും ഞാൻ I++ലേക്ക് പോയി അടുത്ത ക്യാരക്ടർ ചെക്ക് ചെയ്തു. അങ്ങനെ എവിടെയാണോ ആർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ കണ്ടുമുട്ടുന്നത് അവിടെ അത് ഇഫിൽ പോയി നം ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് നം ഈക്വൽ ടു നം+1 ആണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്, നം++ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ഞാൻ ഈ ചെക്കിങ് എവിടം വരെ ചെയ്യണം? /0 എത്തുന്നത് വരെ എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കണം. അവസാനം /0 എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി ഞാൻ എന്ത് ചെയ്യണം? ദ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദി ക്യാരക്ടർ, എത്ര പ്രാവശ്യം ആ ക്യാരക്ടർ അവിടെ ഒക്കർ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഏതായിരുന്നു ക്യാരക്ടർ എന്നുള്ളത് പുട്ട്കാർ CH കൊടുത്താൽ മതി. ഇനി എത്ര പ്രാവശ്യം ഒക്കർ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ Cout ഏത് കൊടുത്താൽ മതി? നം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ആ ക്യാരക്ടർ ഒക്കർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷനിൽ O എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 പ്രാവശ്യം വരുന്ന ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സ്ട്രിങ് എടുക്കുക. ഫോർ എക്സാമ്പിൾ മായ എന്നുള്ള ഒരു സ്ട്രിങ് എടുക്കുക. അതിൽ A എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കറൻസിൻ്റെ അവിടെ 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട. ഇതെന്ത് ചെയ്താൽ മതി? ഇത് ഗെറ്റ്കാറിൻ്റെയും ഗെറ്റ്സിൻ്റെയും പുട്ട്കാറിൻ്റെയും യൂസേജ് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ പ്രോഗ്രാം ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ റിട്ടൺ പ്രോഗ്രാമാണ്, എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നേരത്തെ പഠിച്ചത് കൺസോൾ ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻ ആയിരുന്നു. ഇത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ I⁻O. I⁻O എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കൺസോൾ ക്യാരക്ടർ ഫങ്ഷൻസും സ്ട്രീം ഫങ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഫങ്ഷൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു സിംഗിൾ ക്യാരക്ടറാണ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടതും അതുപോലെ ഡിസ്പ്ലേ ചെയ്യേണ്ടതും ആണെങ്കിൽ ഞാൻ ഏത് ഉപയോഗിച്ചാൽ മതി? കൺസോൾ ഫങ്ഷൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്ട്രീം ഫങ്ഷൻസ് ആണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ കീബോർഡിൽ നിന്ന് മെമ്മറിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ തന്നെ മെമ്മറിയിലുള്ള ഒരു സ്ട്രീം ഓഫ് ബൈറ്റ്സിനെ നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിലും 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് വരുന്നത്, ഇൻപുട്ട് ഫങ്ഷൻസ് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇനി ഇതിലെ ഇൻപുട്ട് ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻപുട്ട് ഫങ്ഷൻസിൽ തന്നെ നമുക്ക് 2 എണ്ണം പഠിക്കാനുണ്ട്, ഗെറ്റ് എന്ന് പറയുന്നതും ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫങ്ഷൻസ്. ഇനി ഈ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ IO സ്ട്രീമാണ്. കൺസോൾ ക്യാരക്ടർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ ഏതായിരുന്നു? CSTD_IO ഹെഡർ ഫയലാണ്. ഇവിടെ സ്ട്രീം ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഏതാണ്? IO സ്ട്രീം ഹെഡർ ഫയൽ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ഹെഡർ ഫയലാണ്. ഏതിനു വേണ്ടി? Cനും Coutനും വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഹെഡർ ഫയലാണ്. ഇനി ഇതിൽ 2 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗെറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗെറ്റ് ലൈൻ. ബോത്ത് allow stream of bytes to flow keyboard to memory. രണ്ടും ഒരു സ്ട്രീം ഓഫ് ബൈറ്റ്സിനെ കീബോർഡിൽ നിന്ന് മെമ്മറിയിലേക്ക് എന്ത് ചെയ്യുന്നു? allow ചെയ്യുന്നു. ഇവിടെ സീൻ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സീൻ ഈസ് യൂസ് ടു റെഫർ ടു കീബോർഡ്. സീൻ ആണ് ഇതിന് കീബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് ഫങ്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് യൂസിങ് ദി ഒബ്ജക്റ്റ് ആസ് cin.get and cin.getLine. നേരത്തെ നമ്മൾ ഉപയോഗിച്ചതുപോലെയല്ല ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സീൻ എന്ന് പറയുന്ന
ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സീൻ ഡോട്ട് ഗെറ്റ് അല്ലെങ്കിൽ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട്. അത് നമുക്ക് അതിൻ്റെ സിൻടാക്സുകൾ നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പഠിക്കുന്നത്. ഗെറ്റ് ഫംഗ്ഷൻ ടു ആക്സെപ്റ്റ് സിംഗിൾ ക്യാരക്ടർ, ഒന്നെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ നെയിം ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെയിൻലി മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ char ch, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു char ch, ദെൻ ഒരു സ്ട്രിങ് വേരിയബിൾ ഓഫ് മാക്സിമം സൈസ് 10 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണതും ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണിത് ഇതിൻ്റെ യൂസേജ് എന്നുള്ളതാണ് നെക്സ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ch ഈക്വൽ ടു സീൻ ഡോട്ട് ഗെറ്റ് ch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സിംഗിൾ ക്യാരക്ടർ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അത് ഏത് വേരിയബിളിൽ സ്റ്റോർ ചെയ്തു? ch എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഇനി നെക്സ്റ്റ്, എനിക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ ഉള്ള ഒരു ലൈനാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നു? സീൻ ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിലെ str, 10. Here a group of characters of maximum 10 characters is stored in the variable str. str എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്ട്രിങ്ങിനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ബൈ യൂസിങ് ദി ഗെറ്റ് ഫംഗ്ഷൻ എനിക്കൊരു സിംഗിൾ ക്യാരക്ടറിനെയോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനുള്ള ഒരു സ്ട്രിങ്ങോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഇറ്റ് ആക്സെപ്റ്റ്സ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്. എനിക്ക് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഒരു സ്ട്രിങ്ങിനെ എനിക്ക് കീബോർഡ് വഴി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എക്സാമ്പിൾ ക്യാരക്ടർ ch str of 10 ക്യാരക്ടർ എന്ന് ഫുൾ എഴുതിയിട്ടുണ്ട്. അവിടെ ക്യാരെന്ന് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇൻഡ് ലെൻ ഇനി സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ str, len എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദി 10 ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെ 2 പാരാമീറ്റേഴ്സ് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഗെറ്റ് ലൈൻ ഫംഗ്ഷനിൽ 2 ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡാറ്റയാണ്, ഒരു ഫംഗ്ഷന് വേണ്ട ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ മേക്ക് കോഫി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മേക്ക് കോഫി എന്ന് പറയുന്ന ആ ഫംഗ്ഷനിൽ എത്ര ഇൻപുട്ടുകൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞു. എത്ര ഇൻപുട്ടുകൾ വേണ്ടി വന്നിരുന്നു ഓർമ്മയുണ്ടാവും? വാട്ടർ, മിൽക്ക്, ദെൻ ടീ പൗഡർ ആൻഡ് ഷുഗർ. ദാറ്റ് ആർ ദി ഇൻപുട്സ്. ഇനി ഞാൻ ആ കോഫി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ഞാനൊരു കപ്പിലേക്കോ ടംബ്ലറിലേക്കോ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് കപ്പ് എന്ന് പറയുന്നതാണ് അവിടെ ഒരു കപ്പിൽ വരുന്ന ആ ചായയാണ് അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 2 ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ 2 ഇൻപുട്സ്. എന്താണ്? ഏത് സ്ട്രിങ് ആണോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ടത് അത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്? 10 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് ലൈൻ്റെ വേറൊരു യൂസേജ് ആണ് str, len, ch. ഇവിടെ ch ഉപയോഗിക്കുന്നത് എത്ര ക്യാരക്ടേഴ്സ് വരെ എനിക്ക് എൻ്റർ ചെയ്യണമെന്നാണ്. ഇവിടെ ഞാൻ ഒരു സ്ട്രിങ് മാക്സിമം str-1 വരെയോ അല്ലെങ്കിൽ ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് വരെയാണോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 യൂസേജ് മാത്രമാണ്. ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് 2 വിധത്തിൽ ഉപയോഗിക്കാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് സ്ട്രീം ഇൻപുട്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഗെറ്റും ഗെറ്റ് ലൈനും ആണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. 2ൻ്റെയും സിൻടാക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി ഈ സ്ട്രീം ഓഫ് ഫങ്ഷൻസിൻ്റെ ഔട്ട്പുട്ടുകളാണ്. അതായത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യണം? മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ 2 ഫങ്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പുട്ടും രണ്ടാമത്തത് റൈറ്റ് എന്ന് പറയുന്ന
ഫങ്ഷനും. ബോത്ത് allow stream of bytes to flow from memory to monitor. Cout is used with these functions. ഈ ഫങ്ഷൻസിൻ്റെ കൂടെ ഞാൻ ഏത് ഒബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത്? Cout എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട യൂസേജ് അല്ലെങ്കിൽ സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഓർ കണ്ടൻറ്റ് ഓഫ് എ വേരിയബിൾ. എനിക്കൊരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനെയോ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ യൂസേജ് എന്നുള്ളതാണ്. char ch ഈക്വൽ ടു c, അതായത് സി എച്ച് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ സി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് കൊടുത്താൽ മതി? cout ഡോട്ട് പുട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? ch എന്ന് കൊടുക്കാം. അപ്പോൾ വാട്ട് എവർ ഡാറ്റ വി ആർ സ്റ്റോർഡ് ഇൻ ദ ch വേരിയബിൾ വിൽ ബി ഡിസ്പ്ലേഡ് ഹിയർ. ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുക? സി വിൽ ബി ഡിസ്പ്ലേഡ്. ഇനി അതല്ലെങ്കിൽ എനിക്ക് എന്ത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും എനിക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതായത് cout ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഡോട്ട് പുട്ട് എന്ന് ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റിൽ ഏത് ക്യാരക്ടറിനാണോ എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് സിംഗിൾ കോട്ട്സിൽ ഇട്ടാൽ മതി. ഇവിടെ സിംഗിൾ കോട്ട്സിൽ ബി ആണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ക്ലോസിങ് ഇട്ടിട്ടില്ല. സോ ബി വിൽ ബി ഡിസ്പ്ലേഡ്. ഇനി അതല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ നമ്പറാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ, അതായത് ഇവിടെ ASCII നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറാണ് ഡിസ്പ്ലേ ചെയ്യുക. 64 A അല്ലെങ്കിൽ B. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ASCII നമ്പർ വിൽ ബി displayed. So the first output function ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഏതാണ്? put function ആണ് പഠിച്ചത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിസ്പ്ലേ ദ സ്ട്രിങ് കണ്ടെയ്ൻഡ് ഇൻ ദി ആർഗ്യുമെൻറ്റ്. അതായത് നേരത്തെ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിൻ്റെ യൂസേജ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. char str of 10ൽ ഹലോ ആണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഹലോനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ cout ഉപയോഗിക്കുന്നു. cout ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിൽ str, 10. അതായത് ഹലോ വിൽ ബി ഡിസ്പ്ലേഡ് ബൈ യൂസിങ് ദി റൈറ്റ് ഫങ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പഠിച്ചത് പ്രീഡിഫൈൻഡ് ഫങ്ഷൻസുകളെ കുറിച്ചിട്ടായിരുന്നു. പ്രീഡിഫൈൻഡ് ഫങ്ഷൻസുകൾ പല പ്രീഡിഫൈൻഡ് ഫങ്ഷൻസുകളുണ്ട്. ഇവിടെ മെയിൻലി നമ്മളിന്ന് പഠിച്ചത് കൺസോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷനും സ്ട്രീം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസും ആണ്. കൺസോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ വരുന്ന ഫങ്ഷൻസുകളെ കുറിച്ച് പഠിച്ചു, ഗെറ്റ് കാറും പുട്ട് കാറും. അതുപോലെ സ്ട്രീം ഫങ്ഷൻസിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസുകൾ പഠിച്ചു. ഇൻപുട്ട് ഫങ്ഷൻസ് ആണ് ഗെറ്റും ഗെറ്റ് ലൈനും. ദെൻ ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് പുട്ട് ആൻഡ് റൈറ്റ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ പ്രീഡിഫൈൻഡ് ഫങ്ഷൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫങ്ഷനും അതുപോലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും. ഇവിടെ നമ്മളൊരു ക്യാരക്ടറിനെയും പിന്നെ അതുപോലെ ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെയും എങ്ങനെ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യാമെന്നും മെമ്മറിയിൽ എത്തിയിരിക്കുന്ന ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ കൂട്ടം ക്യാരക്ടേഴ്സിനെ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ് ഇന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രീഡിഫൈൻഡ് ഫങ്ഷൻസുകൾ ഉണ്ട്. സോ ഓക്കെ, താങ്ക് യു.